ഹലോ, മടി പിടിച്ചൊരു വെക്കേഷൻ മോർണിംഗിൽ കസിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു ലുലു മോളിൽ പോകാന്നുള്ളത്. നല്ല കാറ്റൊക്കെ കൊണ്ട് നമ്മൾ ലുലു മോളിലെത്തി. കസിൻ്റെ ഫ്രണ്ടായിട്ടൊരു ഹാങ് ഔട്ടിന് നമ്മൾ കൂട്ടിനെ വിളിച്ചതാട്ടോ ലുലു മോളിൽ പോകാനായിട്ട്. ബോറടിച്ചിരുന്നതുകൊണ്ട് നമ്മളും അങ്ങ് കൂടെ ഇറങ്ങിട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റിംഗ്. അങ്ങനെ ഞാനും ഗൗരിയും കൂടെ ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി കേട്ടോ. സ്ഥിരം വരുന്ന സ്പോട്ടാണ് എന്നാലും. അങ്ങനെ നമ്മൾ ആദ്യം ഹൈപ്പറിൽ കയറി സാധനങ്ങളുടെ പ്രൈസൊക്കെ നോക്കി വെച്ചിട്ട് വി ഫൗണ്ട് എസ് ബ്രൗണി ആൻഡ് വി ബോട്ട് ഇറ്റ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബില്ലിങ് സെക്ഷനിലെത്തി കേട്ടോ. ബ്രൗണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബില്ല് ചെയ്യാനായിട്ട്. പക്ഷേ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കയറിയത് മിനിസോയിലോട്ടാണ്. ആൻഡ് ആസ് യൂഷ്വൽ എല്ലാം കാണുമ്പോൾ ഇങ്ങനെ മേടിക്കാനുള്ളൊരു ത്വര കുറച്ച് കൂടി. പക്ഷെ പൈസ ഇല്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയപ്പോൾ അതേ സാധനങ്ങൾ നമ്മൾ തിരിച്ചു വെച്ചു. ഏതൊരു മിറർ കണ്ടാലും മിറർ സെൽഫി അത് മസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന കുറച്ച് ഗ്ലാസസും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ആൻഡ് അങ്ങനെ കുറച്ച് ക്യൂട്ട് കീ ചെയിൻസ് ഒക്കെ കണ്ട് എക്സിറ്റിൻ്റെ അവിടെ ഇട്ട് ഇങ്ങനെ ഒരു പെർഫ്യൂം വെച്ചിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഡിയാക് സൈൻ അനുസരിച്ചിട്ടുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ ഇത്. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് മിനിസോന്ന് ഇറങ്ങി അങ്ങനെ മൗത്ത് ലുക്കിങ്ങിന് വേണ്ടി നമ്മളൊരു സൈറ്റിൽ ഒതുങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും നടന്ന് അടുത്തൊരു ഷോപ്പിൽ കയറി. ആൻഡ് അവിടെ നല്ല ക്യൂട്ട് പില്ലോസിലേക്ക് അങ്ങനെ കുറേ നടന്ന് നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. എത്രയൊക്കെ വിശക്കുന്നു എന്ന് പറഞ്ഞാലും ഫൺ ടൂറുടെ മുകളിൽ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ നമ്മൾ ബെൽജിയം വോഫിളിലോട്ടാണ് ആദ്യം പോയത്. ആൻഡ് എനിക്ക് വോഫിൾ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനായിട്ട് നമ്മൾ നോക്കി. അങ്ങനെ നമ്മൾ ലോഡഡ് ഫ്രൈസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നടത്തം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് സുഡിയോയിൽ പോകുന്നത് ഒരു മസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചു. സുഡിയോയിൽ കയറി ഒരു കാര്യമില്ലെങ്കിലും ചുമ്മാ ഡ്രസ്സൊക്കെ നോക്കണം, നോക്കി എൻ്റെ പ്രൈസ് കണ്ട് സന്തോഷിക്കണം. അങ്ങനെ നമ്മൾ സുഡിയോന്നൊക്കെ ഇറങ്ങി. അങ്ങനെ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫെറോ മോഡേലോടെ തന്നെ വന്നു ഗൈസ്. ഇനി ഗംഗയും കൂടെ വരാനുണ്ട്. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ആൻഡ് ഗംഗയും വന്നു. പിന്നെ പിക്കപ്പ് ചെയ്യാൻ നമ്മൾ രേഖയും വന്നു ഗൈസ്. നമുക്കൊന്നും വിശക്കുന്നില്ലായിരുന്നു, പക്ഷെ രേഖയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിലെത്തി നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഗൈസ്. എന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് ഒതുക്കലും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.